കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴാ കിട്ടുക എന്നാലോചിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ വല്ലപ്പോഴും ഉണ്ടാവാറുണ്ട്. മനോഹരമാണ് ആ നിമിഷങ്ങൾ. അതിലൊക്കെ ഏറ്റവും സുഖമുള്ള കാത്തിരിപ്പിത. ജീവിതകാലം മുഴുവനും നമ്മൾ ഓർത്തിരിക്കേണ്ട ഈ അപൂർവ നിമിഷത്തിൽ ഇങ്ങനെ മൗനം പാലിച്ച് നിന്നാലെങ്ങനെ? നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇനി ഈ തട്ടത്തിന്റെ ആവശ്യമുണ്ടോ? ഈ സുഗന്ധാണ് എനിക്കിഷ്ടം. എന്നെയും എൻ്റെ മനസ്സിനെയും ഒരുപോലെ കീഴ്പ്പെടുത്തിയ ഈ സുഗന്ധം. പാല്. ഈ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നറിയോ? എന്റെ സ്വരം ഒന്ന് കേൾക്കാൻ വേണ്ടി ദേവേട്ടൻ കാത്തിരിക്കായിരുന്നു. ദേവേട്ടനോട് ഇങ്ങനൊന്നും മിണ്ടാൻ പറ്റുമോന്ന് പോലും അറിയാതെ ഞാനും കാത്തിരിക്കായിരുന്നു. നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിച്ച് ഞാൻ നിന്റെ പുറകെ നടന്നിട്ടും എന്നോടൊരു വാക്കുപോലും മിണ്ടാൻ നിനക്ക് തോന്നിയില്ലല്ലോ. എന്നിട്ട് കൊതിയോടെ കാത്തിരിക്കാന്ന് ഇപ്പൊ എന്നോട് പറയാ. ഞാനെന്ത് ചെയ്യാനാ? അറിയാതെ ദേവേട്ടന്റെ കണ്ണുകളിലേക്ക് നോക്കിയാ മയങ്ങി താഴെ വീഴുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. മിണ്ടാൻ ശ്രമിച്ച ശബ്ദം പുറത്തേക്ക് വരുമോന്നുള്ള പേടി. എന്നിട്ടിപ്പോഴോ? ഇപ്പോഴും എന്റെ പേടി ശകലം പോലും മാറിയിട്ടൊന്നുമില്ല. നീളമൊഴുകും പ്രണയമുന്തിരികൾ പൂക്കും എന്റെ പ്രിയനാ
വണ്ടിൻ ചുണ്ടിൽ പ്രളയം താരും തളിരും പ്രളയമയം നിന്നെ കുറിച്ചു നെഞ്ചിൽ കുറിച്ചു വച്ച ഗാനം മുഴുവൻ പ്രണയം ആരെങ്കിലും കണ്ടോ? ഇത് സ്വപ്നായിരുന്നോ? ശേ, അയ്യോ, ഛേ. ഇനി നമ്മളെന്തിനാ ഇവിടെ? എല്ലാരും നടക്ക. ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വരട്ടെ. പോയിട്ട് വരും. അമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങാമേ. ആയിക്കോട്ടെ മോളെ. വിനിയ, അമ്മേ, വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാൻ ഡ്രൈവറോട് നീ ഒന്ന് പറഞ്ഞേക്ക്. ആ ശരി അമ്മേ. ആ ചേച്ചി അടക്ക. അവര് രണ്ടുപേരും മുറി കയറി കഥ കടക്കുകയും ചെയ്തു. നീ ഇവിടെ ചക്രം ചുറ്റിക്കൊണ്ട് നിക്കുവാണല്ലോ. ആദ്യ രാത്രി എങ്ങനെ നിക്കുവെന്ന്? അതൊക്കെ തന്നെ താനെ നിന്നോളും. അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എന്താ ശ്രേയ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങ് വാ. ഹലോ 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 ഹലോ, വിളിക്കുമ്പോ കേൾക്കാത്ത മട്ടിലങ്ങ് പോയാലെങ്ങനെയാ? ഹലോന്ന് ഫോണിൽ
ആരോ വിളിക്കാന്ന് കരുതിയല്ലേ ഞാനങ്ങ് പോയത്. ആള് കൊള്ളാലോ. കാര്യം എന്താന്ന് പോലും ചോദിക്കാതെ അങ്ങ് പോവാല്ലേ. എന്റെ മഫ്ലർ അടിച്ചു മാറ്റിയതും പോരാ, അതൊരു മൊത്തം മഷിയാക്കിയല്ലേ. സ്മൈൽ പ്ലീസ്. വേണ്ട വേണ്ടെന്നല്ലേ പറഞ്ഞത്. നിന്നെ കുറിച്ച് എല്ലാം അറിയാന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ഇനിയും ഒരുപാട് അറിയാനുണ്ടെന്ന്. ഇണനിഴലെ ആടിയാളും വെയിലഴിയെ മാഞ്ഞു പോയോ സ്വയമകലെ നീ. ദൂരെ ദൂരെ ചുവടുകളെ പാറിടാനായി ചിറകണിയെ തൂവലെങ്ങോ പൊഴിയുകയാണോ. നിറമഴവിൽ മറഞ്ഞു പോയെന്നോ. എന്റെ അമ്മോ, എന്റെ അമ്മോ, അയ്യോ അച്ഛമ്മേ, അച്ഛമ്മേ, അമ്മേ, അച്ഛമ്മേ, അമ്മേ, അച്ഛമ്മേ, എന്താ പറ്റി? എന്ത് പറ്റി അമ്മേ? അയ്യോ, എന്റെ അമ്മേ, അമ്മേ, അച്ഛമ്മേ, എങ്ങനെ വീണു? അച്ഛമ്മേ, അമ്മയ്ക്ക് എന്ത് എന്താ പറ്റി അമ്മേ? സംഭവിച്ചത്? അയ്യോ അച്ഛമ്മേ, അച്ഛമ്മേ, ഈശ്വരാ, അയ്യോ അയ്യോ, അമ്മേ, എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടോ? അയ്യോ, എന്നെ പിടിക്കില്ലേ, അയ്യോ, എന്റെ ദൈവമേ, അയ്യോ, അമ്മേ, ഇവിടെ ആരോ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കാല് വിളിക്കുന്നു. അമ്മേ, മനഃപൂർവ്വം ആരും ഒഴിച്ചതാവാൻ വഴിയില്ല. വിളക്ക് കത്തിക്കാൻ എടുത്തോണ്ട് പോകുന്ന വഴി വീണതാവും. അമ്മ ശ്രദ്ധിക്കണ്ടായിരുന്നു. എന്റെ ഭഗവാനെ, എന്തിനാ ഊർമിള ഇവിടെ എണ്ണ ഒഴിച്ചു വെക്കുന്നത്? ആദ്യ രാത്രി മുടങ്ങണ്ടേ ചെറിയമ്മേ? ഇവിടെ എണ്ണ ഒഴിച്ചാ അവിടെ എങ്ങനെ ആദ്യരാത്രി മുടങ്ങുമെന്നാ? ഇപ്പൊ ഇന്ദു അമ്മ താഴേക്കിറങ്ങി വരും. എണ്ണയില് ചവിട്ടി കാല് തെന്നും, വീണ വഴി കാലൊടുക്കും. ഇന്ദു അമ്മ ദേവന്റെ ജീവനാണെന്ന് അറിയാലോ ചെറിയമ്മേ. അമ്മയുടെ കരച്ചിൽ കേട്ടതോ അവനെല്ലാം മറന്ന് താഴേക്ക് ഓടി വരും. പിന്നെ ആശുപത്രിക്കും ട്രീറ്റ്മെന്റിനും പുറകെ കറങ്ങി നടന്ന് നേരം വെളുക്കുകയും ചെയ്യും. ആദ്യ രാത്രി അതോടുകൂടി ക്യാൻസൽ ആവും. ഊർമിളെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ പഴയ ഐഡിയാസ് അല്ലേ? നമുക്ക് മറ്റെന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം. ഐഡിയ പഴയതായതാണോ കുഴപ്പം ചെറിയമ്മേ? എന്തായാലും എണ്ണയിൽ കാല് ചോട്ടിയ തിന്നൂന്നുള്ള ഉറപ്പാണല്ലോ. അമ്മ ഇറങ്ങി വരാൻ സമയമായി, നടക്ക. എന്തെങ്കിലും പറ്റിയോ അമ്മേ? കൗസല്യേ, എല്ലാരും എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ. ആശുപത്രി കൊണ്ടുപോ. കാർ ഇറക്കാൻ നോക്ക്. വിനയ, പോയി കാർ ഇറക്ക്. ആയിക്കോട്ടെ ചേട്ടാ. ഇവര് തെന്നി വീണാൽ അവൻ ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് അനക്കം പോലും ഇല്ലല്ലോ.
ഇന്ദുമ്മ. ഇന്ദു, ഇന്ദു, അയ്യോ എന്താ പറ്റിയേ? അതാ ഇന്ദു, ആളെത്തി. ഇന്ദു എവിടെയാ? എന്താ പറ്റിയേ? പറ. നീ എന്തിനാ ഇറങ്ങി വന്നേ? അവളെ തനിച്ച് മുറിയിലാക്കാൻ പാടില്ല. നീ പൊക്കോ. അതൊക്കെ പിന്നെയാവാം. ഇന്ദുവിന് എന്താ പറ്റിയെന്ന് പറ. ഇറങ്ങി വരുന്ന വഴി പടിയെന്ന് തെന്നി വീണതാണ് ദേവ. വീണെന്നോ? എന്നിട്ട് എന്താ പറ്റിയേ? വേദനയുണ്ടോ? വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് എടാ, നീ എങ്ങോട്ടാ വരുന്നേ? എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. നീ പൊക്കോ. അയ്യോ അങ്ങനെയല്ലമ്മേ, കാലിന് ഒടിവോ മറ്റോ ഉണ്ടെങ്കിലും നല്ല വേദനയുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്. ഇല്ലില്ല. ദേവട്ടാ ദേവട്ടാ, കാർ ഇറക്കിയിട്ടുണ്ട്, നമുക്ക് കൊണ്ടുപോവാം. എന്തായാലും അമ്മ എഴുന്നേക്ക്, നമുക്ക് പോവാം. വാ അമ്മേ. എന്താ അമ്മേ ഇത്? ഹോസ്പിറ്റലിലേക്ക് പോണെന്ന് പറഞ്ഞിട്ടല്ലേ വിനയൻ കാർ ഇറക്കാൻ പോയത്? എന്നിട്ടിപ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? അത് തന്നെ, വീണ സമയത്ത് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ വേദന എല്ലാം മാറി. എനിക്ക് എങ്ങോട്ട് പോണ്ട. അല്ലെങ്കിൽ ദേ കണ്ടോ, എല്ലാരും കണ്ടല്ലോ, വേദന പോയി. എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് വിശ്വസിക്കണ്ട മോനെ. അമേരിക്കയിൽ ഇരുന്നവനെ കള്ളം പറഞ്ഞു വരുത്തി നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ആദ്യ രാത്രി മുറി കയറിയവനെ നിർബന്ധിച്ച് വരുത്തി ഇല്ലാത്ത രോഗത്തിന് ആശുപത്രി കൊണ്ടുപോകാൻ പറയുന്നു. നീ എന്ത് നോക്കി നിൽക്കുവാ? അങ്ങോട്ട് ചെല്ലടാ.